ഹായ്, എല്ലാവർക്കും ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ നാളത്തെ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജാനകി അത്താഴവും എടുത്ത് സൂര്യനാരായണൻ്റെ മുറിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് അത്താഴം കൊടുക്കുന്നതിനിടയിൽ ജാനകി പറയുന്നുണ്ട്, അച്ഛ, അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. അജയും അപർണയും വിമർശിച്ച് ഓരോന്ന് പറയുമ്പോഴും അമ്മ അവരെ അനുകൂലിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായും അച്ഛനെ കാണാൻ അമ്മ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു മാറ്റമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കേട്ട് സൂര്യനാരായണന് ചെറിയൊരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. അവൾ വരുമോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അച്ഛനൊന്നും പറയരുത്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ഉറക്കമായി. പക്ഷേ സൂര്യനാരായണന് മാത്രം ഉറക്കം വരുന്നില്ല. പ്രഭാവതി വരുന്നതും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കാണാൻ സൂര്യനാരായണന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നുണ്ട്. പക്ഷേ കുറേ നേരം കാത്തിരുന്നിട്ടും പ്രഭാവതി വരുന്നതൊന്നും കാണുന്നില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചു. ഏതായാലും ഇപ്പോൾ എല്ലാവരും ഉറങ്ങിക്കാണും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ അങ്ങോട്ട് പോയി കാണാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ സൂര്യ. അങ്ങനെ സൂര്യനാരായണൻ മെല്ലെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് മെല്ലെ മെല്ലെ പ്രഭാവതിയുടെ റൂം ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് പണക്കൊതി കൊണ്ട് മറ്റുള്ളവരുടെ രക്തം കുടിക്കാൻ ശ്രമിക്കുന്ന അജയ് കാണുന്നുണ്ട്. അജയ് ഇതെല്ലാം മറഞ്ഞു നിന്ന് ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അതൊന്നും അറിയാതെ സൂര്യനാരായണൻ പ്രഭാവതിയുടെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട്. പ്രഭാവതി നല്ല ഉറക്കത്തിലാണ്. അവളെ ശല്യം ചെയ്യാതെ സൂര്യ അവളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റല്ലേ നിന്നോട് ചെയ്തിട്ടുള്ളൂ, അത് നിനക്ക് പൊറത്തുകൂടെ പ്രഭേ എന്നൊക്കെ. അജയ് പുറത്തു തന്നെയുണ്ട്. സൂര്യനാരായണൻ പറയുന്നത് കേൾക്കാനായി ചെവിയും കൂർപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത് നല്ല ചാൻസാണ്. അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തണം എന്ന്. അങ്ങനെ അച്ഛൻ മുറിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അജയ് റൂമിലേക്ക് വന്നു. അജയനെ കണ്ടപ്പോൾ അച്ഛനൊന്ന് വല്ലാതാകുന്നുണ്ട്. എന്നിട്ട് അജയ് അച്ഛൻ്റെ മുമ്പിൽ ഒരു ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. അച്ഛൻ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ വീഡിയോ ആക്കി പകർത്തിയിട്ടുണ്ടല്ലോ, അതെല്ലാം അജയൻ അച്ഛനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും ഇത് ആരോടും പറയുകയില്ല. പക്ഷേ അച്ഛൻ എനിക്ക് ആദ്യ ഗഡുവായി 25 കോടി തരണം. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ജാനകി അച്ഛൻ്റെ റൂമിൽ വന്ന് അച്ഛനെ വിളിച്ചിട്ടൊന്നും അച്ഛൻ എഴുന്നേൽക്കുന്നില്ല. ജാനകിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പിന്നെയും പിന്നെയും അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അച്ഛൻ്റെ ശരീരമൊക്കെ മരവിച്ചതുപോലെയുണ്ടല്ലോ, എന്തു പറ്റി എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.